വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2024 പുതുവർഷ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. 1/1/2024 തിങ്കളാഴ്ച മലയാള മാസം ധനു 16 മിഥുന ലഗ്നത്തിലും മകം നക്ഷത്രത്തിലുമായിട്ടാണ് പുതുവർഷം ആരംഭിക്കുന്നത്. ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു മാത്രമേ രാശി മാറുന്നുള്ളൂ. ശനി 2025 മാത്രമേ കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുകയുള്ളൂ. രാഹുവും കേതുവും 2023 ഒക്ടോബർ 31 രാശി മാറിയതിനാൽ ഈ വർഷം അല്ലെങ്കിൽ 2024 രാശിമാറ്റം ഉണ്ടാകില്ല. മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ 1.5 മാസം, 1 മാസം, 25 ദിവസം, 2.5 ദിവസം എന്ന നിലകളിൽ രാശി മാറുന്നതിനാൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പ്രധാനമായും വ്യാഴത്തിൻ്റെയും രാഹുകേതുക്കളുടെയും ശനിയുടെയും രാശിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിൽ പ്രധാനമായും ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലൂടെയുള്ള ഫലങ്ങളായിരിക്കും പറയുന്നത്. പ്രേക്ഷകർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇതൊരു സാമാന്യ ഫലമാണ്. നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ നിലയനുസരിച്ചും ദശാഭുക്തിയുടെ അടിസ്ഥാനത്തിലും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഗോചരഫലങ്ങൾ എപ്പോഴും ഒരു 25 അല്ലെങ്കിൽ 30% ഫലം മാത്രമേ നൽകുകയുള്ളൂ. എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദശാഭുക്തി കൂടി നമുക്ക് സപ്പോർട്ടായി നിൽക്കുമ്പോഴേ ഗോചരഫലങ്ങളിൽ കുറച്ച് മെച്ചപ്പെട്ട ഫലങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് 12 രാശിക്കാരുടെയും 2024 പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അതിനു മുമ്പായി ഒരു അപേക്ഷയുണ്ട്. ആദ്യമായി കാണുന്ന നമ്മുടെ പ്രേക്ഷകരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മീനൻ രാശി. പൂരുരുട്ടാതി അവസാന കാൽപാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് വർഷാരംഭത്തിൽ പ്രധാന ഗ്രഹങ്ങളായ ശനി 12-ൽ, രാഹു ജന്മത്തിൽ, വ്യാഴം 2-ൽ, കേതു 7-ലും സഞ്ചരിക്കുന്നു. ഏഴശനിയുടെ തുടക്കം, അതായത് വിരയശനി. ചിലവുകൾ അധികരിക്കും. പണം വരും, പക്ഷെ മിച്ചം പിടിക്കാൻ സാധിക്കില്ല. മീനരാശിക്കാരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പണം ആവശ്യത്തിന് വരുന്നുണ്ട്, പക്ഷേ ഒന്നും കയ്യിൽ തങ്ങുന്നില്ല. കിട്ടിയ പണം അപ്പോൾ തന്നെ ചിലവാകുന്ന അവസ്ഥ. ഇത് എവിടെ പോകുന്നുവെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതായിരിക്കും മീനരാശിക്കാരുടെ മറുപടി. രാശിയിൽ തന്നെ രാഹു നിൽക്കുന്നു. അത് ഗുരുവിൻ്റെ വീട് കൂടിയായതിനാൽ വലിയ പരീക്ഷണമൊന്നും ഉണ്ടാകില്ല. വ്യാഴം ധനസ്ഥാനത്ത് 2-ൽ ഏപ്രിൽ വരെ തുടരുന്നു. ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് വിപുലീകരിക്കാനായി പണം ചിലവഴിക്കരുത്. ഒരു തരത്തിലുമുള്ള നിക്ഷേപത്തിനും നിൽക്കരുത്. കടം വാങ്ങരുത്, ലോൺ എടുക്കരുത്. ഈ സമയത്ത് ഇത് രണ്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന മെയ് മാസം കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇതുമൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണിപ്പോൾ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി പത്രം ലഭിക്കുക. GC, PR മുതലായവയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് മെയ് മാസത്തിന് മുൻപായി അവ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ജന്മത്തിലെ രാഹു കാലപുരുഷൻ്റെ 12-ാം ഭാവമായി വരുന്നതിനാലും ശനി 12-ൽ സഞ്ചരിക്കുന്നതിനാലും വിദേശത്ത് ജോലിയിലുള്ളവർക്ക് നല്ല സമയമായിരിക്കും. അപ്പോൾ ഏപ്രിൽ 30-ന് മുൻപായി പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാൽ അവയൊക്കെ നടന്നു കിട്ടുന്നതാണ്. ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ കുടുംബം അകന്നാണ് കഴിഞ്ഞതെങ്കിൽ ജനുവരി, ഫെബ്രുവരി മാസത്തോടെ അവർക്ക് ഒത്തുചേരാൻ സാധിക്കും. സ്വദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ പണം എത്ര വന്നാലും ആവിയായി പോകുന്ന അവസ്ഥ. ഷെയർ മാർക്കറ്റ്, ഷെയർ ട്രേഡിംഗ് മുതലായവയിലൊന്നും തന്നെ ഇപ്പോൾ നിക്ഷേപം നടത്തരുത്. നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന പോലത്തെ ഒരു അവസ്ഥ
ഉണ്ടാകുമെങ്കിലും അതൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവുന്നതാണ്. അതിനാൽ പുതിയ നിക്ഷേപങ്ങൾ മീനൻ രാശിക്കാർ നടത്താതിരിക്കുക. കമിതാക്കൾക്ക് വിവാഹം കഴിക്കാൻ മാതാപിതാക്കൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതം നൽകുന്നതാണ്. വിവാഹപ്രായമായവർക്കും, അതായത് ഏറെ നാൾ വിവാഹം കഴിക്കാനായി കാത്തിരുന്നവർക്കും വിവാഹം കഴിക്കാനുള്ള അവസരമുണ്ടാകും. സന്താനയോഗം, അതുപോലെ തന്നെ രണ്ടാം വിവാഹത്തിനായി കാത്തിരുന്നവർക്കും വിവാഹം നടക്കുന്ന സമയമായിരിക്കും. ഇതൊക്കെ ഏപ്രിൽ മാസത്തിന് മുൻപേ തന്നെ നടക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നു. വിദ്യാർത്ഥികൾ പഠനത്തിൽ കഠിനമായി സമയം കണ്ടെത്തി പഠിച്ചാലേ വിജയമുണ്ടാകൂ. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു നല്ല വർഷമായിരിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ തൊഴിൽ തുടങ്ങാനൊന്നും ശ്രമിക്കരുത്. മറ്റൊരാളെ വിശ്വസിച്ച് തൊഴിലിൽ പണം മുടക്കാൻ ശ്രമിക്കരുത്. പൊതുവെ മീനൻ രാശിക്കാർ ചിലവ് നിയന്ത്രിക്കേണ്ട വർഷമാണ്. അനാവശ്യ കാര്യങ്ങൾക്ക് ഇടപെടാതിരിക്കുക. നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധിക്കുക. അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ ജാതക ദശാഭുക്തി കൂടി അനുകൂലമാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ചില ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ചില ഭാര്യാഭർത്താക്കന്മാർ ജോലി സംബന്ധമായി അകന്നു കഴിയേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകുന്നതാണ്. കുടുംബത്തിനെ വിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. പൊതുവെ മീനരാശിക്കാർക്ക് ഇടകലർന്ന ഒരു ഫലമായിരിക്കും 2024 നൽകുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.